ഞാൻ നിൽക്കുന്നത് മലേഷ്യയിലെ ഗൊംബക് സെലന്തോറിലാണ്. ഓക്കെ, എൻ്റെ പിന്നിൽ കാണുന്നത് ബാട്ടു കേവ്സ് ആണ്. ബാട്ടു എന്ന് വെച്ചാൽ റോക്ക് എന്നാണ് അർത്ഥം. ഇതിന് പിന്നെ തമിഴർ പട്ടുമല എന്ന് പറയാറുണ്ട്. അത് 10ാമത്തെ മല, അതായത് മുരുകൻ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ഹിസ്റ്ററിയാണത്. ഞാൻ അക്കടക് പവിത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 400 മില്യൺ പഴക്കമുണ്ട് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ലൈം സ്റ്റോൺ ഫോമിങ്സിന്, അല്ലെങ്കിൽ ഈ ഒരു റോക്കിന്. ഓക്കെ, ഈ ടെമുവൻ എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ ഷെൽട്ടറായിരുന്നു ഈ കാണുന്ന ബാട്ടു കേവ്സ് മുൻപേ. അതിനുശേഷമാണ് 1860കളിൽ ചൈനീസ് ഇത് കണ്ടുപിടിച്ച് കുറച്ചും കൂടെ ഫേമസ് ആക്കിയത്. ഈ മുരുകൻ ടെമ്പിളിൻ്റെ ഏരിയയിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഏകദേശം 276 സ്റ്റെപ്പുകളുണ്ട്. അത് 1930കൾ വരെ അത് വുഡൻ സ്റ്റെപ്പായിരുന്നു. 40കളിലാണ് അത് കോൺക്രീറ്റ് സ്റ്റെപ്പായിട്ട് മാറ്റിയത്. പിന്നിലുള്ള ഈ മുരുകൻ പ്രതിമ ഏകദേശം 43 മീറ്റർ ഉയരമുണ്ട്. 2006ലാണ് ഇവരിത് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 വർഷം എടുത്ത് ഇവരിത് കൺസ്ട്രക്ട് ചെയ്ത് തീർക്കാൻ. തമിഴരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 10 മുരുകൻ ടെമ്പിളുകളിൽ ഒന്നാണ് ഇത്. ഈ ടെമ്പിളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 6 എണ്ണം, മലേഷ്യയിൽ 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഒന്നാണ് ഇവിടെയുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് വെച്ചാൽ തൈപ്പൂയാണ്. ഈ 272 സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ആ ബാട്ടു കേവ്സിലോട്ട് പോകാൻ. ഭയങ്കര നല്ല ഭംഗിയുള്ള സ്പേസാണ്. ലൈം സ്റ്റോൺ ആയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പ്രൊഫൈൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അടിയിൽ നിന്ന് ഈ 272 സ്റ്റെപ്പ് കയറി മുകളിലെത്തി. നമ്മൾ കാണേണ്ട ഒരു വ്യൂ കാണിച്ചു തരാം. മുകളിലേക്ക് നോക്കിയാൽ മതി. ഇതൊരു മിനിമം ഒരു 30 മീറ്ററേയും കവർ ചെയ്യുന്നുണ്ട് ഈ സാധനം. ഒരു ഓഹാങ് പോലെ ലൈം സ്റ്റോണിൻ്റെ സെറ്റിൽമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. കെ തമ്പുസാമി പിള്ളൈ എന്നൊരു തമിഴ് ക്രിയേറ്ററാണ് 1890കളിൽ ഇതൊരു വർഷിപ്പ് പ്ലേസായിട്ട് കൺവേർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇതൊരു ടെമ്പിളായും അല്ലെങ്കിൽ മുരുകൻ ടെമ്പിളായിട്ടൊക്കെ മാറിയത്. 9th സെഞ്ച്വറിയിൽ ചോള ഡൈനാസ്റ്റി അവരുടെ എംപയർ വെട്ടിപ്പിടിച്ച് ഇതുവരെ എത്തിയെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തമിഴ് ഇൻഫ്ലുവൻസ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ശരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു 4.5 hours ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്തുമാത്രം ദൂരം അവരിങ്ങനെ ബംഗാളിലൂടെ കറങ്ങി വന്നിരിക്കണം എന്ന്. ലൈറ്റുള്ള സമയം വരെ ഇതുവരെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും പുറത്തേക്കുള്ള ഓപ്പണിങ്സ് ഈ ലൈം സ്റ്റോൺ റോക്കിൻ്റെ ഇടയിലൂടെ. അതിനുശേഷം ഇത് വവ്വാലുകളുടെ സ്ഥലമാണ്. അപ്പം നമ്മൾ അവിടുത്തെ ആ കേവിൽ നിന്ന് പതിയെ ഈ ഒരു മുകളിലുള്ള നിലയിലൂടെ കുറച്ച് സ്റ്റെപ്പ് കയറിയെത്തി. അപ്പം നമുക്ക് ഇവിടെ ഓപ്പണിങ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഒരു ടെമ്പിൾ ഉണ്ട്. ഇവിടുന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.